നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഇവിടെ ഉള്ള പ്രവാസികളുടെ നമസ്കാരം മുഖ്യമന്ത്രിക്ക്. ഞങ്ങൾക്ക് ഈ അവസരം തന്നതിൽ വളരെ സന്തോഷം. ഇവിടെയുള്ള മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ പല വ്യാജമായ പ്രോമിസുകളും നൽകി ഇതിലേക്ക് വളരെയധികം അട്രാക്റ്റ് ചെയ്ത് അവരുടെ എല്ലാ പ്രോജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ കൂടെയുള്ള ഇൻവെസ്റ്റേഴ്സിൽ ഒരുപാട് ആളുകൾ സാധാരണക്കാരാണ്. നാട്ടിൽ എങ്ങനെയെങ്കിലും നല്ലൊരു വീട് വെക്കണം എന്നുള്ള മോഹത്തോടു കൂടി പല രീതിയിലും പൈസ സ്വരൂപിച്ചിട്ട് ആണ് ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് മീഡിയ അഡ്വർടൈസ്മെന്റ്സ് കൊടുത്തിട്ട് വളരെ അട്രാക്റ്റ് ചെയ്തിട്ട് ഇവർ പൈസ വാങ്ങി കളക്ട് ചെയ്തിട്ട് 4 വർഷമായി പല പ്രോമിസുകളും ചെയ്ത് പ്രോജക്റ്റുകൾ ഓരോ കാരണം കൊണ്ട് ഡിലേ ആയിരിക്കുന്നു. അങ്ങനെ ഓരോ ഇത് പറഞ്ഞിട്ട് നമ്മളെ അടുത്തുനിന്ന് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് പല തിരക്കും ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവര്. ഇവിടെ നമ്മളെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും പ്രോപ്പറായിട്ട് ബാങ്കുകൾ ത്രൂ ലോണായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ചാനലിലാണ് ഇവർക്ക് പൈസ പേ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇൻഡിവിജ്വൽ ആളുകളുടെയും പ്രോജക്റ്റിന്റെ സ്റ്റാറ്റസിൽ ഉള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള പണം ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രോജക്റ്റുകളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു പ്രോഗ്രസ്സും ഇല്ല. നമ്മൾ ഇവിടെ നിന്നുള്ള ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുമ്പോഴും നമ്മളവിടെ അവരുടെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴും നമുക്ക് യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല. ഇവിടെയുള്ള കുറേ ആളുകൾക്ക് ചില ചെക്കായിട്ട് പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ചെക്ക് കൊടുത്തിരുന്നു. അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ റിട്ടേൺ ആയിട്ട് വന്നു. അതുപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾക്ക് കൂടുതൽ ബാങ്കുകളിൽ നിന്നും പ്രഷറുണ്ട്. ഇപ്പൊ അവരുടെ EMI തിരിച്ചടയ്ക്കാനും അങ്ങനെയുള്ള ബാങ്കുകളിൽ നിന്നുള്ള പ്രഷറുണ്ട്. ദുബായിൽ നിന്ന് ലോൺ, ലോക്കൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. ദുബായിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതില് ഇവിടുന്ന് എടുത്തിട്ട് പേ ചെയ്ത ആളുകളുണ്ട്. നമ്മളെ എല്ലാ ആളുകളും പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ട് പൈസ കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലായി. ഞങ്ങൾ അബുദാബിയിലുള്ളവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതൊരു വലിയ വഞ്ചനയാണ് നടന്നിരിക്കുന്നത്. പോലീസ് ഇപ്പൊ ഇതിനോടകം തന്നെ 163 കേസുകൾ എടുത്തു കഴിഞ്ഞു. 483 ഡെസിഷൻസ് വേറെയുണ്ട്. അത് അന്വേഷണ സ്റ്റേജിലാണ്. ഇതിനെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും. ഇപ്പം അവിടെ നിന്നും നിങ്ങളുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ ആഷിഖ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അബുദാബിയിലുള്ളവരുടെ നിങ്ങളുടെയും പരാതിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അത് ഇപ്പൊ തന്നെ DGPക്ക് കൊടുക്കുന്നതാണ്. അപ്പം ദുബായിൽ അബുദാബിയിലുള്ളവരുമായി സംസാരിച്ചപ്പോൾ അവർ പ്രകടിപ്പിച്ച ഒരു ആൻസൈറ്റി, ഇവിടെ കേസ് വന്നാൽ നിങ്ങൾ അതിനായിട്ട് അവിടുന്ന് ഇവിടെ വരേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ആശങ്കയാണ്. അത് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങളോട് ആവർത്തിക്കുകയാണ്. അങ്ങനെ കേസ് വന്നാലും നിങ്ങൾ ആ കേസിന് വേണ്ടി ഇങ്ങോട്ട് വരേണ്ടി വരത്തില്ല. നിങ്ങളുടെ മൊഴിയോ നിങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങളോ ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റ് അങ്ങോട്ട് അയച്ചോളാം. നിങ്ങൾക്ക് അത് സംബന്ധിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കോടതിയിൽ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് വരെ കേരളത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ എംബസിയിൽ വെച്ച് വീഡിയോ കോൺഫറൻസ് കോടതിയുമായിട്ട് നടത്തി തെളിവെടുക്കാറുണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ആവശ്യം വന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ആ അവസരം വിനിയോഗിക്കുന്നതാണ്. നിങ്ങളുടെ വരാതെ തന്നെ നിങ്ങളുടെ തെളിവെടുക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാകും. അപ്പം നിങ്ങളുടെ മൊഴിയെടുക്കാൻ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടേതായ തെളിവെടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചോളാം. കേസ് വരുന്ന സമയത്ത് തെളിവെടുക്കാനായിട്ടുള്ളത് വീഡിയോ കോൺഫറൻസ് വഴി നടത്തിക്കോളാം. ഇത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഈ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. നിങ്ങളെ ഇങ്ങനെ ഇത്ര പ്രകടമായ രീതി വഞ്ചിച്ച ഒരു പാർട്ടി നിയമത്തിന്റെ പിടിയിൽ നിന്ന് വിട്ടുപോവുക, രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ആരെയും വഞ്ചിക്കാമെന്നുള്ള സ്ഥിതിയാണ് വരുന്നത്. അതൊരിക്കലും ശരിയല്ല. നമ്മുടെ നാടിന് പോലും അപമാനകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റിന് സാധ്യമായിട്ടുള്ള
എല്ലാ നടപടികളും നിയമ നടപടികളും ഇതിനെതിരെ സ്വീകരിക്കും. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. നമ്മളുടെ ഒരു കൺസേൺ ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിന്നുള്ള ആളുകൾ കോടതിയിൽ എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. നിങ്ങളുടെ പരാതി പോലീസിൽ കിട്ടണം. മതി. അതിന്റെ തെളിവെടുക്കാൻ വേണ്ടി നിങ്ങളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നാൽ ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചോളാം. കോടതി വരുന്ന സമയത്ത് വീഡിയോ കോൺഫറൻസ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് അത് പ്രയോജനപ്പെടുത്തിക്കോളാം. ഞങ്ങൾ കൊച്ചി ഓൺലൈനിൽ ഞങ്ങൾ കുറച്ചുപേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ റിപ്ലൈ ആയിട്ട് പ്രോസസ്സിംഗ് എന്ന് മാത്രമാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ അതിന്റെ നിങ്ങളുടെ അഡ്വക്കേറ്റ് ഇവിടെ ഉണ്ട്. അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് അതെടുത്തോളാം. അതും പോലീസിന്റെ കേസായിട്ട് പരിഹരിക്കാൻ പറ്റുള്ളൂ. അത് DGP ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ പെറ്റീഷൻസ് ആയിട്ട് പരിഗണിച്ച് കേസെടുക്കുന്നതാണ്. വേറൊരു ഇൻവെസ്റ്ററുടെ ഒരു കൺസേൺ ആണ്, ഇവർ കൊടുത്ത ചെക്കുകൾ ഇപ്പോഴും നമ്മളുടെ ചില ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുണ്ട്. ആ ചെക്കുകൾ ബാങ്കിൽ പ്രസന്റ് ചെയ്യോ അതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആപ്പിളുടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് ചെക്കുകൾ കൊടുത്ത ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചെക്ക് നിങ്ങൾ ബാങ്കിൽ പ്രസന്റ് ചെയ്ത് അത് റിട്ടേൺ ചെയ്യുമ്പോൾ മേടിച്ച് കൈ വെക്കുക. അപ്പം ആ ചീറ്റിങ്ങിന്റെ തെളിവ് കുറെ കൂടിയായി. പിന്നെ വളരെ ദൂരത്തിലിരിക്കുകയാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ആൻസൈറ്റി ഉണ്ടെന്നറിയാം. പക്ഷെ നിങ്ങള് നാട്ടിലില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ സംവിധാനമില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങളുടെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കാൻ ഗവൺമെന്റ് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച്. വേറെ ഒരു പോയിന്റ് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ നാട്ടിന് പുറത്തുള്ള ചെന്നൈ, മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഇവര് അട്രാക്ട് ചെയ്ത് നമ്മുടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള ചാൻസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. മുംബൈയിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്ററാണ്, കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇൻവെസ്റ്ററാണ്. ഞാൻ മുംബൈയിൽ നിന്നാണ്. എൻ്റെ പേര് വെങ്കട്ടാണ്. ഞാൻ കേരളയിലേക്ക് ആപ്പിൾ ടെക് കൊച്ചിയിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനമ്മ രണ്ടും കേരളയിൽ നിന്നാണ്, പാലക്കാട് നിന്നാണ്. അതുകൊണ്ടാണ് കൂടുതൽ കേരളയിലേക്ക് താല്പര്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ കേരളയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം. നമ്മളുടെ കൂട്ടത്തിലെ ഇദ്ദേഹത്തിന്റെ പരാതി നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്. അതനുസരിച്ച് കേസെടുക്കും, മറ്റു കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.